ബിഗ് ബോസിന് ശേഷമുള്ള നെഗറ്റീവുകളെ ഞാൻ കാര്യമാക്കുന്നില്ലെന്ന് ബിഗ് ബോസ് സീസൺ 6 വിജയിയായ ജിൻഡോ. ആളുകൾ പലതും പറയും, അത് പക്ഷേ എന്നെ ബാധിക്കാറില്ല. ബിഗ് ബോസ് ഗെയിം അവിടെ അവസാനിപ്പിച്ചാണ് ഞാൻ വന്നത്. ആരുമായും തനിക്ക് പ്രശ്നമില്ലെന്ന് ജിൻഡോ വ്യക്തമാക്കി. യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. എന്തുകൊണ്ടാണ് മറ്റ് ബിഗ് ബോസ് താരങ്ങൾ ഒത്തുചേരുമ്പോൾ അതിന്റെ ഭാഗമാകാത്തതെന്ന ചോദ്യത്തോട് ജിൻഡോ പ്രതികരിച്ചു. യൂട്യൂബർ കൂടിയായ തൊപ്പിയുടെ ആരോപണത്തിൽ താരം മറുപടി നൽകി. ജിൻഡോയുടെ വാക്കുകളിലേക്ക്, ഞാൻ ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാത്തതിന് കാരണം മറ്റ് കാര്യങ്ങൾ ഉള്ളതിനാലാണ്. ഞാനൊരു ട്രെയിനറാണ്. UK, കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. അതിൻ്റെ പ്രൊഫഷൻ ആണല്ലോ. അതെനിക്ക് നിലനിർത്തി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പോകാനാകില്ല. ഞാൻ ബിഗ് ബോസിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ നിങ്ങളെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തേക്കില്ല. പക്ഷേ നിങ്ങൾക്കൊരു ആപത്ത് വന്നാൽ നിങ്ങൾ വിളിച്ചോളൂ. തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന്. മറ്റ് മത്സരാർത്ഥികൾ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമെന്നില്ല. ഞാൻ ഒരാളല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടേ, ജിൻഡോ പറഞ്ഞു. വിവാഹം സംബന്ധിച്ച വാർത്തകളോട് ജിൻഡോ പ്രതികരിച്ചു. എന്റെ വിവാഹം ഉടൻ ഉണ്ടാവുമെന്നായിരുന്നു ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി. നേരത്തെ തന്റെ കാമുകിയും ജിൻഡോ പരിചയപ്പെടുത്തിയിരുന്നു. അമേരിക്കയിലുള്ള രമ്യ എന്ന യുവതിയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും ഞങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നായിരുന്നു ജിൻഡോ വ്യക്തമാക്കിയിരുന്നത്. നെഗറ്റീവ് വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ല. സഹമത്സരാർത്ഥികളുമായി യാതൊരു പ്രശ്നവുമില്ല. DNA പ്രൊമോഷന് പോയതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. ആ പ്രൊമോഷൻ നേരത്തെ ഏറ്റതാണ്. ബിഗ് ബോസ് ഗെയിം ഞാൻ അവിടെ അവസാനിപ്പിച്ച് വന്നതാണ്. ഒരു വർഷം എല്ലാ ഭാഷകളിലെയും ബിഗ് ബോസ് കണ്ട് എല്ലാം അരിച്ച് കലക്കി കുടിച്ചിട്ടാണ് ഷോയിലേക്ക് പോയത്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവരെ ഹൗസിൽ വിജയിച്ചിട്ടുള്ളൂ. 24 പേർക്കെതിരെ തനിച്ച് നിൽക്കുന്നു എന്നത് ചില്ലറ കാര്യമല്ല. ഞാൻ എല്ലാ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് കണ്ടത്. എനിക്കെതിരെയും ഞാൻ അവർക്കെതിരെയും ഒക്കെ ഗെയിം കളിച്ചിട്ടുണ്ട്. അത് അവിടെ കഴിഞ്ഞു. മണ്ടൻ ടാഗ് തരുന്നത് മണ്ടനായതുകൊണ്ടല്ല. ഞാനവിടെ മോശമായതും അല്ലാത്തതുമായിട്ടൊക്കെയുള്ള പെരുമാറ്റം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് അവർ കരുതിയിട്ടുണ്ടാവും. നമ്മൾ സൈലന്റായി ഇരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇവിടെ വരെ സക്സസ്സായി ഇരിക്കുന്ന ഒരാളാണ്. അവിടെ പോയി മണ്ടൻ എന്ന ടാഗ് കിട്ടുമ്പോൾ എന്തുമാത്രം വിഷമിക്കും. അതും ആ ടാഗ് തരുന്നത് ലാലേട്ടന്റെ കയ്യിൽ നിന്നും. സ്വാഭാവികമായി വേദനയുണ്ടാകും. ഞാൻ കരഞ്ഞുപോയത് അതുകൊണ്ടാണ്. ലാലേട്ടൻ അവതാരകൻ മാത്രമല്ല, മറ്റ് താരങ്ങളുടെ ആർമികൾ സ്വാഭാവികമായി നമ്മളെ പറയും. അതിനെയൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, ജിൻഡോ വ്യക്തമാക്കി. നേരത്തെ യൂട്യൂബറായ തൊപ്പിയുടെ ചാനൽ ലൈവ് വീഡിയോയിൽ ജിൻഡോ പങ്കെടുത്തിരുന്നു. ജിൻഡോ ഇതിനായി തന്റെ കയ്യിൽ നിന്നും 8 ലക്ഷം രൂപ വാങ്ങിയെന്നായിരുന്നു തൊപ്പി പറഞ്ഞത്. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് 8 അല്ല, ഞാൻ 5 ലക്ഷമാണ് വാങ്ങിയതെന്നാണ് ജിൻഡോ പറഞ്ഞത്. തൊപ്പി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലെന്നും ഇപ്പോഴും തൊപ്പി തന്റെ നല്ല സുഹൃത്താണെന്നും ജിൻഡോ വ്യക്തമാക്കി.